ഡിവൈഎഫ്ഐ നീലേശ്വരം ബ്ലോക്ക് സമ്മേളനം കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ പുഷ്പാനഗറിൽ വെച്ചാണ് ഡിവൈഎഫ്ഐയുടെ നീലേശ്വരം ബ്ലോക്ക് സമ്മേളനം നടത്തിയത്. സംഗീത ശില്പത്തോടെയായിരുന്നു സമ്മേളനത്തിന്റെ തുടക്കം. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കാലത്ത് ലോകത്തെമ്പാടുമുള്ള സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു യുവജന സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് ഗൗരവമുള്ളതാണ്. ഡിവൈഎഫ്ഐ സമ്മേളനം എന്നുള്ളത് ഒരു മുഴുനീള സമ്മേളനം നടത്തി നീലേശ്വരം ഏരിയ പരിധിക്കകത്ത് നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയും പരിശോധനയും പുതിയ വാഹനങ്ങളുടെ തെരഞ്ഞെടുക്കലൊന്നുമല്ല. അത് സമ്മേളനത്തിന്റെ അജണ്ടയിൽ പ്രധാനം തന്നെയാണ്. നീലേശ്വരം മുതൽ ആമസോൺ വരെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്താൻ വേണ്ടി പറ്റുന്നവരാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള സാമൂഹ്യ, രാഷ്ട്രീയ വിഷയങ്ങളിൽ നമ്മൾ ചർച്ച നടത്തണം. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് എം വി ദീപേഷ് അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കളായ രജീഷ് വെള്ളാട്ട്, കെ ആർ അനുഷിദ്യ, എ വി ശിവപ്രസാദ്, എം വി രതീഷ്, സനു മോഹൻ, അമൃത സുരേഷ്, അഖിലേഷ്, വി ദീപക്, അഭിജിത്ത്, സിനീഷ്, സുജിത് കുമാർ, സംഘടക സമിതി ഭാരവാഹികളായ കെ എം വിനോദ്, കെ പ്രഭാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മടിക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘടക സമിതിയുടെ ചെയർമാനുമായ വി പ്രകാശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.